എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും ഉയർത്തിയിന്നോളമെന്നെ നിർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിയിടുന്നു. നിർത്തണമേ വിശുദ്ധാത്മാവിനാൽ പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കാൽവരി ക്രൂശിലെ രക്തത്താൽ ജയമൻ്റെ യേശുവിൻ്റെ നാമത്താൽ, ജയമൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അതിമനോഹരമായ ഈ നല്ല ദിവസത്തിനായി നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. രാത്രിയുടെ അമ്മ മുഴുവനും കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ, ഒരു നല്ല പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. നന്ദിയപ്പ, നന്ദി നന്ദി. മഹത്വത്തിൻ്റെ രാജാവേ, അടിയനങ്ങെ സ്തുതിക്കുന്ന, അടിയനങ്ങെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരിക. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരിക. ഇന്ന് വരെ അത്ഭുതവും അതിശയമായി ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ച് നടത്തിയ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നെയും നടത്തുവാൻ സർവശക്തനായ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ സർവശക്തൻ അവിടുന്ന്, മനസ്സലയും കരുണയുമുള്ള ദൈവം അവിടുന്ന്, സകലത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവ് അവിടുന്ന്. ഞങ്ങളെ സമ്പൂർണ്ണമായും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഏൽപ്പിക്കുന്നു. കർത്താവ്, ജീവനും ഭക്തിക്കും തന്ന് ഇന്ന് വരെ പോഷിപ്പിച്ച ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യം നിന്ന് സൂക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെയിരിക്കണം. വരമായിരിക്കുന്ന ആപത്തിൽ അനർത്ഥത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. രോഗദുഃഖാദി പകർച്ചബാധകളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിത്യസ്ഥാനത്ത് എത്തുവോളം കൃപയ്ക്കുള്ളിലങ്ങ് മറയ്ക്കണമേ കർത്താവേ. എൻ്റെ തമ്പുരാൻ്റെ കരവലയത്തിലുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ. കർത്താവെ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, വിവിധ ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിംഗിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് OET IELTS പഠിക്കുന്നവർ, പ്രൊമറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കർത്താവെ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, കർത്താവ്, വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതെ ജയത്തോടെ വരെ നടത്തേണ്ടതിനായി ഏൽപ്പിക്കുക. കർത്താവെ, അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ സ്വർഗം വരെ കൊണ്ട് നിർത്തിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച വിഷയം ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം, കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാ, മനസ്സലിയും കരുണയുമുള്ള ദൈവമാ, ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാ, ഞങ്ങളുടെ താല്പര്യമൊക്കെ നിവർത്തിച്ച് ഇന്നുവരെ നടത്തിയ ദൈവമാ.
അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും അവിടുത്തെ ഹിതത്തിന് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ ഇഷ്ടമല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണ്ട അപ്പം. അങ്ങയുടെ ഇഷ്ടപ്രകാരം സകലതും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ജോലിയില്ലാത്ത ഞങ്ങളുടെ മക്കൾക്ക് ഉപജീവനമാർഗത്തിന് വഴി തുറന്നു കൊടുക്കണമേ. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കൾ, വിവാഹപ്രായം കഴിഞ്ഞ മക്കൾ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, കർത്താവേ, അവരുടെ ഹാലലി കർത്താവ് വിവാഹം നടന്നു കാണുവാൻ ഭാഗ്യമൊരുക്കണമേ. തക്ക തുണയെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കണമേ. സ്വർഗം മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലുയ്യ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവരെ കാത്തുകൊള്ളണമേ. ക്ഷീണവും ഭാരവും ഒക്കെ മാറ്റണമേ. ജോലിയിലായിരിക്കുന്ന മക്കൾക്ക് ജോലി ചെയ്യാനുള്ള കൃപ കൊടുക്കണമേ. മാസന്തിയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത തലമുറ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ഭവനം പണിയുന്നവരെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുവാൻ ആഗ്രഹിച്ച് തീരുമാനമെടുത്ത മക്കളുണ്ട് കർത്താവെ. പ്ലാനൊക്കെ തയ്യാറാക്കി ഇരിക്കുന്നവരുണ്ട്. എന്നാൽ ചില തടസ്സങ്ങളും മുടക്കങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. സ്വർഗമതെല്ലാം മാറ്റി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭവനം പണിത് പാർക്കുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കടഭാരമുള്ള മക്കളുണ്ട്, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജപ്തിയിലായിരിക്കുന്ന ആ കർത്താവെ പ്രശ്നം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. മഹാകരുണയുള്ള കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ആ വിഷയങ്ങളെ ഏൽപ്പിച്ചപ്പോൾ സ്വർഗം മാനിക്കണം, അത്ഭുതം ചെയ്യണം. മഹത്വമേറിയ സാക്ഷ്യത്തിനായി സ്വർഗം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, നീ ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകും. അനാഥരെയും വിധവകളെയും ഓർക്കുന്നു കർത്താവെ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. നാഥ, സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയുടെ ജീവിപ്പാൻ കൃപ കൊടുക്കണമേ. ദൈവമായ കർത്താവെ, നിൻ്റെ കൃപ ധാരാളമായി ഓരോ മക്കളുടെയും പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നപ്പാ, മാനസാന്തരം നൽകണമേ കർത്താവെ. സമാധാനമില്ലാത്ത കുടുംബജീവിതമുണ്ട് കർത്താവെ, അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന നാഥ, സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതമൊന്നും ഛിന്നഭിന്നമായിപ്പാൻ സമ്മതിക്കല്ലേ കർത്താവെ. ശാന്തതയോടെ, ക്ഷമയോടെ, ദൈവസ്നേഹത്തോടൊക്കെ ജീവിപ്പാൻ ഇടയാക്കണേ. മുൻകോപ സ്വഭാവങ്ങളിൽ നിലവരെയും വിടുവിക്കുമാറാകണമേ കർത്താവെ. പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള ജീവിതങ്ങളാ കർത്താവെ, നീ അവരോട് കരുണ കാണിക്കണേ. കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ കർത്താവെ. മാതാപിതാക്കളെ ഐക്യത്തോടെ ജീവിപ്പാൻ്റെ സ്വർഗം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവെ. ചില നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. സ്വർഗത്തിലെ ദൈവം അവരോടും കരുണ കാണിക്കണം. കഴിഞ്ഞ നാളുകളിൽ മാനിച്ച ജീവിതമുണ്ട് കർത്താവെ. പിന്നെയും പ്രവർത്തിപ്പാൻ എൻ്റെ അപ്പൻ മനസ്സലിയുടെ ദൈവമാകിയാൽ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ചെറുതും വലുതുമായ എല്ലാ ജോലി ചെയ്യുന്ന മക്കളെയും സമർപ്പിക്കുന്ന. ആരോഗ്യത്തിലും കൃപയിലും സൂക്ഷിക്കണം. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണം കർത്താവ്. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ടപ്പാ, ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലെ ദൈവമേ, വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കൂടാതെ കർത്താവ് അവർക്ക് വേണമെന്ന് അനുഗ്രഹിച്ച് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ കൃപ ഓരോ മക്കളിലും ധാരാളമായി പകരണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ. അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ കർത്താവേ. അപ്പൻ്റെ ധാരാളമായ കൃപ ഓരോ മക്കളിലും പകരണമെന്ന് അടിയൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ രോഗികളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ക്ഷീണത്തോടെ, ഭാരത്തോടെ, രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളോടും കരുണ കാണിക്കണമേ. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ടപ്പോൾ, ഡെലിവറി റൂമിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ടപ്പോൾ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ. അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പനിയാൽ, ചുമയാൽ, ആസ്മ രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ പൊന്നുകരം ഓരോ മക്കളുടെ മേലും നീട്ടണം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. തൈറോയ്ഡ് ഉള്ളവരുണ്ട് കർത്താവേ. അലർജിയുടെ രോഗമുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ എൻ്റെ കർത്താവേ, നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. മാനസികമായ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പ, നീ മരുന്നും വൈദ്യനുമാണ്. രോഗികൾക്ക് നല്ല വൈദ്യൻ എൻ്റെ അപ്പൻ മാത്രമാണ്. ഗിലിയാദിലെ സുഗന്ധക്കുഴമ്പമായി കടന്നു വരണം. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ തൊടണം. എല്ലാ സൗഖ്യവും ഓരോ മക്കൾക്കും നൽകണമേപ്പ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ട മക്കളാ കർത്താവേ. എൻ്റെ കർത്താവ് ഉള്ളതുപോലെ കാണുന്നു, ഉള്ളതുപോലെ അറിയുന്നില്ലപ്പാ. അങ്ങൊന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യമുണ്ടാകും.
കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളോട് മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് അത്ഭുതം ചെയ്ത ദൈവമാ, ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാനാക്കി വെച്ചിട്ടെങ്കിൽ കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരെയും സ്വർഗം അത്ഭുതം കാണിച്ച് ഹല്ലേലൂയ സൗഖ്യപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അദൃശ്യമാർന്ന ആ കരമൊന്ന് തൊഴണമേ അപ്പ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്ന എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനം ഓരോ മക്കളിലും പ്രവർത്തിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കിടക്കയിലായിരിക്കുന്ന മക്കളെ തൊട്ട് സുഖപ്പെടുത്തണേ അപ്പ. സ്വന്തം കാര്യം ചെറുപ്പാല ബലം കൊടുക്കണമേ കർത്താവേ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ. ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും അർപ്പണ മനോഭാവത്തോടും കൂടെ സകലതും ചെയ്തെടുപ്പാൻ നിൻ്റെ മക്കളെ ശക്തീകരിക്കണം കർത്താവേ. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു, വേല സ്ഥലമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെല്ലാം എല്ലാവരും നിറയപ്പെട്ടിട്ട് സുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേല ചെയ്യട്ടെ. കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സുവിശേഷം അറിയിച്ച് അനേക ആയിരങ്ങൾ മാനസാന്തരപ്പെടുവാൻ ഇടയായെങ്കിൽ ഈ നാളുകളിലും കർത്താവെ ദൈവമക്കളിൽ കൂടി അത് നിറവേറട്ടെ. ദൈവത്തെ അറിയാത്ത അനേക ജീവിതങ്ങൾ ഈ നാളുകളിൽ കർത്താവിനെ അറിയട്ടെ. അതിനായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ ചില വിഷയങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവെ. ദൈവനാമത്തിന് അപമാനമുണ്ടാകുന്നതെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകാതെ വണ്ണം വിശ്വസ്തരായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഓരോ ദൈവമക്കളെയും സ്വർഗം കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അതിനാൽ നിറയ്ക്കുമാറാകണമേ കർത്താവേ. ദൈവമക്കളെ ആത്മസന്തോഷത്താൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നടത്തണം. ശത്രുഭാവനകളെ പരിഹസിക്കാൻ അനുവദിക്കാതെ വണ്ണം ഓരോ ദൈവമക്കളെയും കാൽവരി ക്രൂശിലെ രക്തം കൊണ്ട് പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാ. അത് ഉയരണം, അത് വളരണം. ഹല്ലേലൂയ. സ്വർഗം അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചേൽപ്പിക്കുക. അടിയൻ മറന്നാലും മറക്കാത്ത വിഷയത്തെ സ്വർഗമോർത്ത് മറുപടി കൊടുത്ത് തൻ്റെ മക്കളെ സഹായിക്കണമേ, പ്രത്യാശയിൽ നടത്തണമേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്വാഗതം.